കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ ചായ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആറ്റുക എന്ന് പറയും. പക്ഷേ ചിലയിടത്തൊക്കെ മറിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശി വീശി മുകളിലേക്കും താഴേക്കും ഒഴിക്കുന്നതിനാണ് ഇത് പറയുക. അങ്ങനെയിട്ട് വീശുകയാണ് ഇറാൻ അമേരിക്കൻ വിഷയം. ഇപ്പോൾ ഇറാൻ ഒരു പടി കൂടി കടന്ന് ഹോർമിസ് കടലിടുക്ക് അങ്ങ് അടച്ചു. അതൊരു തന്ത്രപ്രധാനമായ കടലിടുക്കാണ്. അതിൽ കൂടിയാണ് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെല്ലാം യൂറോപ്യൻ ഉൽപ്പന്നങ്ങളെല്ലാം കടന്നു പോകുന്നത്. അത് പൂട്ടിയാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇല്ലേ, താറാവിൻ്റെയോ കോഴിയുടെയോ ഒക്കെ കഴുത്തിന് പിടിക്കുന്നത് പോലെ അങ്ങനെ കഴുത്തിന് പിടിച്ച് മുറുക്കിയെന്ന് മാത്രമല്ല, ഇറാനും റഷ്യയും കൂടി സംയുക്ത സൈനിക അഭ്യാസവും തുടങ്ങാൻ പോവുകയാണ്. എഫ്സ്റ്റീനിൽ കുടുങ്ങിയ മച്ചമ്പിക്ക് എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാൻ ഇറാനെ അടിക്കണം എന്ന ചിന്തയുണ്ട്. പക്ഷേ വേണം വേണ്ട എന്ന് പറയുന്നത് പോലെ വേണ്ടണം എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യയിൽ ഒരു പടി കൂടി കടന്ന് നിലപാട് ഉറപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാനിന് നേരെ അമേരിക്ക പല അഭ്യാസങ്ങളും മുന്നോട്ട് പിന്നോട്ട് മുന്നോട്ട് പിന്നോട്ട് എന്ന് പറഞ്ഞ് പല തന്ത്രങ്ങളും പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനടി യുദ്ധം ആവശ്യമായി വരുന്നത് തന്നെ ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് മുസദ് നടത്തിയ ഓപ്പറേഷനാണെന്നും അതിൽ പലർക്കും പങ്കുണ്ടെന്നും ലോകത്തെ മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും അതിന് പ്രായം പോലുമില്ലാത്ത പെൺകുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുവെന്നും അവിടെ അഴിഞ്ഞാടിയ വലിയ അഴിഞ്ഞാട്ടക്കാരനായി മാറിയ ട്രംപിൻ്റെ വീഡിയോയും ചിത്രങ്ങളും ഫയലും അടക്കം കളിക്കുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ പുതിയ പുതിയ തന്ത്രങ്ങളുമായി നീങ്ങുന്നതിൻ്റെ ഭാഗമായാണ് ഇറാൻ്റെ അടുത്തേക്ക് അടുത്തത്. ഇറാൻ്റെ അടുത്ത് വല്ലാതെ അടുക്കാനാവില്ല. അത് ഇസ്രയേലിനും ബോധ്യമുള്ളതാണ്. പണ്ടൊന്ന് കൊണ്ടുപോയി അനക്കി നോക്കിയപ്പോൾ വാരി വലിച്ച് തിരിച്ച് പുറത്തേക്ക് ഇട്ടുകൊടുത്ത് അയൺഡൂമൊക്കെ പപ്പടം വെള്ളത്തിൽ വീഴുന്നത് പോലെ ചുരുണ്ടതാണ്. അങ്ങനെ ഖത്തറിൽ വെച്ച് ചർച്ചയൊക്കെ നടത്തി അത് അവസാനിപ്പിച്ച് പിരിഞ്ഞതുമാണ്. ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ പുതിയ ഒരു സംഗതി തുറന്ന് അടുത്തൊരു യുദ്ധത്തിന് അണുവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളമൊരുക്കിയത്. അതിനായി മുന്നോട്ടും പിന്നോട്ടും നീങ്ങി കളിക്കുന്നതിനിടയിൽ ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു നിലപാട് സ്വീകരിച്ചു. ഹോർമിസ് കടലെടുക്ക് അങ്ങ് അടച്ചു. അത് ലോകത്തിൻ്റെ തന്നെ തന്ത്രപ്രധാനമായ വാണിജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിൻഡോ ആണ്, ഒരു വഴിയാണ്. അതടച്ചാൽ ആഗോള വാണിജ്യത്തിൻ്റെ നല്ലൊരു ശതമാനവും കടന്നു പോകുന്ന ആ തന്ത്രപ്രധാനമായ മേഖലയുടെ തളർച്ച അല്ലെങ്കിൽ അതിൻ്റെ അടവ് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അത് ചെയ്തു വെച്ചത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക തിരിച്ചടി ഉണ്ടാക്കും. അത് US-നെതിരെയുള്ള ഒരു നല്ല തുറുപ്പുചീട്ട് കൃത്യമായി പ്രയോഗിക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്. അങ്ങനെ തടഞ്ഞു വെച്ചത് കൂടാതെ റഷ്യയെ കൂടി രംഗത്തിറക്കി സംയുക്ത നാവികാഭ്യാസമടക്കം കാണിച്ച് രംഗത്തുണ്ട്. ഇറാനോടൊപ്പം റഷ്യയും ചൈനയും കൂടി കൂടിയാൽ മച്ചമ്പിയുടെ നിക്കറ് കീറുമെന്നറിയാവുന്നതുകൊണ്ട് മച്ചമ്പി ഇങ്ങനെ കളിച്ച് ചിരിച്ച് കറങ്ങി നിൽക്കുകയാണ്. വെറും വിടുവായനായതുകൊണ്ടും കൈവിട്ടെന്തും ചെയ്യുന്ന ആളായതുകൊണ്ടും വിശ്വസിക്കാനാവില്ല. എന്തും സംഭവിക്കാം. പക്ഷേ തിരിച്ചടി ചിലപ്പോൾ നന്നായി പൊള്ളുകയും ചെയ്യും.